ചൈനയിൽ വീണ്ടും ഒരു മഹാമാരി എന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ വല്ലാതെ ആശങ്കയിലായി കഴിഞ്ഞു നമ്മൾ. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിനെ കുറിച്ചാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി നമ്മളെ ഭയപ്പെടുത്തുന്നത് ഈ വൈറസിനെ കുറിച്ചും രോഗത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയകളിലടക്കം പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകളാണ്. ഈ മുറിവൈദ്യന്മാർ പങ്കുവയ്ക്കുന്ന അറിവുകൾ അപ്പാടെ വിഴുങ്ങാതെ നമുക്ക് ഈ രോഗത്തെക്കുറിച്ചും വൈറസിനെ കുറിച്ചുമുള്ള യാഥാർത്ഥ്യങ്ങളൊന്ന് മനസ്സിലാക്കാം. കോവിഡ് വൈറസിനെ അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ പോലുമില്ല. പക്ഷേ കോവിഡിനേക്കാൾ 10 മടങ്ങ് ഭീഷണി ഉയർത്തുന്ന വൈറസ് എന്ന തരത്തിലാണ് ഇപ്പോൾ HMPV നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ചൈനയിൽ പുതുതായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ വൈറസ് അത്ര പുതുതൊന്നുമല്ല. ഏകദേശം 2.5 പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ കണ്ടുപിടിച്ച ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. എന്നാൽ അടുത്തിടെയായി വൈറസ് സാന്നിധ്യം ചൈനയിൽ വ്യാപകമാകുന്നു എന്നതും ഇന്ത്യയിൽ രോഗം സ്ഥിരീകരിച്ചതുമാണ് വീണ്ടും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം. കോവിഡിന്റെ ലോകമെമ്പാടുമുള്ള വ്യാപനവും സമാന രീതിയിൽ തന്നെ ആയിരുന്നല്ലോ. പക്ഷേ HMPV 2001 നെതർലാൻഡിലാണ് ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. നെതർലാൻഡിന് പിന്നാലെ ഫിൻലാൻഡ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US, ചൈന എന്നിവിടങ്ങളിൽ 2023 HMPV കണ്ടെത്തിയിരുന്നു. ഇനി എന്താണ് HMPV വൈറസിനെ കുറിച്ച് വൈദ്യശാസ്ത്രം പറയുന്നതെന്ന് നോക്കാം. കോവിഡിന് സമാനമായി ശ്വാസകോശ സംവിധാനത്തെ ബാധിക്കുന്ന അണുബാധയാണ് HMPV. സാധാരണ പനി പോലെയാണ് വൈറസ് ബാധിച്ചാൽ നമുക്ക് അനുഭവപ്പെടുക. തണുപ്പുകാലത്താണത്രേ HMPVയുടെ വ്യാപനശേഷി കൂടുതൽ. കോവിഡ് വൈറസിനെ പോലെ തന്നെ പ്രായമായവരിലും കുട്ടികളിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലുമാണ് വൈറസ് ബാധ കൂടുക. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് HMPV വൈറസിന് പ്രത്യേക വാക്സിനോ ചികിത്സാ രീതിയോ ഇല്ല എന്നത് തന്നെ. ഇനി വൈറസ് നമ്മുടെ ഉള്ളിലെത്തിയാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. കടുത്ത ചുമ, മൂക്കൊലിപ്പ്, അടഞ്ഞ മൂക്ക്, പനി, തൊണ്ടവേദന എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. അസുഖം മൂർച്ഛിച്ചാൽ ശ്വാസമുട്ടലും ശ്വാസതടസ്സവും പോലുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാം. ചില സന്ദർഭങ്ങളിൽ അണുബാധ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്മ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. ഇനി ഈ വൈറസ് ബാധ എങ്ങനെയാണ് പകരുന്നതെന്ന് നോക്കാം. എടുത്തു പറയേണ്ടത് രോഗബാധിതനായ ഒരാളിൽ നിന്ന് തൊട്ടടുത്ത ആളിലേക്ക് നേരിയ സമ്പർക്കത്തിലൂടെ പോലും രോഗം പകരുന്നു എന്നതാണ്. രോഗി ഉപയോഗിക്കുന്ന വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെ രോഗം പകരും. അതായത് വൈറസിന്റെ സാന്നിധ്യമുള്ള പ്രതലത്തിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ സ്പർശിക്കുന്നതും രോഗബാധയുണ്ടാക്കാം. രോഗം ബാധിച്ചവർ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴോ അടുത്ത് നിൽക്കുന്നവർക്ക് രോഗം പടരാം. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. അതിനാൽ ഈ കാലയളവ് ശ്രദ്ധിക്കണം. അറിവുള്ളവർ പറയുന്ന യാഥാർത്ഥ്യമാണ് രോഗം വരുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ നോക്കലാണ് അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങളാണ് പ്രധാനമെന്ന്. അങ്ങനെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫ്ലുവൻസ, കോവിഡ് എന്നീ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ തന്നെ HMPV വരാതിരിക്കാനും ഉപയോഗിക്കാം. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ ആൾക്കൂട്ടത്തിലും രോഗികളോട് ഇടപഴകുമ്പോഴും മാസ്ക് ധരിക്കുക. കൈ സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ്, വെള്ളം എന്നിവ ഉപയോഗിച്ച് കഴുകുക. അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക. ആശുപത്രിയിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കാൻ മറക്കരുത്. മുറികളിൽ ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കണം. ഇത് വൈറസിന്റെ വ്യാപനം കുറയ്ക്കും. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, കരൾ, വൃക്കരോഗങ്ങൾ തുടങ്ങിയവയുള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമാക്കുക. ജലനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടി മതിയായി വിശ്രമിക്കണം. ഇനി HMPV കോവിഡിന് സമാനമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകും. എന്നാൽ HMPV മറ്റൊരു കോവിഡ് അല്ല. മഞ്ഞുകാലത്ത് വിവിധ ജലദോഷ വൈറസുകൾ സജീവമാകുന്ന കൂട്ടത്തിൽ HMPVയും ചിലയിടത്ത് പടരും. ഇപ്പോൾ ചൈനയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മഹാമാരിയായി പടർന്നു പിടിച്ചിട്ടില്ല. കോവിഡ് പോലെ പെട്ടെന്ന് അതിവേഗം പടരുന്ന, തിരിച്ചറിയാൻ വൈകിയ, പുതുതായി കണ്ടുപിടിച്ച വൈറസുമല്ല. മൂക്കിലെയും തൊണ്ടയിലെയും സ്രവങ്ങളിൽ RT-PCR ടെസ്റ്റ് വഴി HMPVയെ കണ്ടുപിടിക്കാനും സാധിക്കും. ഏതായാലും നിലവിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലാത്ത പക്ഷം രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കോവിഡുമായി താരതമ്യം ചെയ്ത് HMPVയെ പറ്റി ചിന്തിച്ച് ഭയപ്പെടേണ്ടതില്ല. എന്നിരുന്നാലും അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്.